അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, മരിച്ച ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് മറ്റുമാണ് ചില വിഷയങ്ങൾ ഇന്നലെ ഞാൻ സംസാരിച്ച് അതിനെ തുടർന്ന് കണ്ട് അല്പവും കൂടി സംസാരിക്കുന്നു. കാരണം വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയമായി അത് മാറിയിരിക്കുന്നു. മരിച്ച സ്ഥലത്ത് യാസീൻ ഓതല്, ദുആ ചെയ്യൽ, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഹദീസ് തന്നെ പറഞ്ഞ് ഫിഖ്ഹിൻ്റെ കിതാബും പറയുന്നു. പിന്നെ 4 മദ്ഹബ് എന്ന് പറഞ്ഞത് ചെറുതല്ല. അതൊക്കെ പുതിയ ആളുകൾക്ക് മദ്ഹബില്ല, ഖുർആനും ഹദീസും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. 10 ലക്ഷം ഹദീസ് മനപ്പാടും, 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഹദീസ് മനപ്പാടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഹാഫിദുകളെ ആയിരക്കണക്കിനുണ്ട്. അറിയാം, ഖുർആൻ ഹാഫിദ് മനപ്പാടാക്കാൻ പണിയൊന്നുമില്ല. മേനക്കെട്ടിരുന്ന 2 കൊല്ലം ഇരുന്ന ഒരു കുട്ടിക്ക് ഖുർആൻ പഠിക്കുക. 3 കൊല്ലം മേനക്കെട്ടിരുന്ന ഒരു കുട്ടിക്ക് ഖുർആൻ മനപ്പാടാക്കാൻ നമുക്കൊക്കെ പഠിക്കാം. ഹദീസ് 200 ഹദീസ് പഠിക്കണമെങ്കിൽ എനിക്ക് പറഞ്ഞ എൻ്റെ ഉസ്താദ്, അതിൻ്റെ ഉസ്താദ്, അതിൻ്റെ ഉസ്താദ് ചുരുക്കം പറഞ്ഞാൽ ബുഖാരി ഇമാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 6-7 ആളാണ് കൂടുതലുള്ളത്, കുറഞ്ഞ 3 ആളുള്ളതുകൊണ്ട്. എന്നുവെച്ചാൽ ഒരാൾ ഒരു ഹദീസ് പറയണമെങ്കിൽ അതിൻ്റെ അടിയിൽ നബിൻ്റെ അടിയിൽ പല ആളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു നാടൻ വിഷയം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല വിഷയമില്ലേ. ചില സംഭവങ്ങൾ CH മുഹമ്മദ് മരണപ്പെട്ടു. ആ വാർത്ത നിങ്ങളോട് ഈ കേൾക്കുന്ന നിങ്ങളോട് ആരാ പറഞ്ഞേ? അയാളോട് ആരാ പറഞ്ഞേ? അയാളുടെ അടവരാ ഔക്കാദ് റൂട്ടിന് ആവരിച്ചു അങ്ങനല്ലേ. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി നിങ്ങളോട് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് ആരാ നമുക്കറിയാം. ഇപ്പോൾ ഓർമ്മയുണ്ടത്. ഹദീസ് അങ്ങനെ പോരാ. ഓരോ ഹദീസും പറയുന്നു എല്ലാം ഒരു ഹദീസ് ഒരാളല്ല പറയാം, പലയാൾ. ആ പലയാളുടെ ഉസ്താദ് പലയാൾ, ആ പലയാളുടെ ഉസ്താദ് പലയാൾ. ഈ ഉസ്താദുമാരൊക്കെ എപ്പോൾ ജനിച്ച്, എവിടെ ജനിച്ച്, എവിടുന്ന് പഠിച്ച്, എവിടെ വഫാത്തായി, അവർ കളവ് പറയാറുണ്ടോ, അവർക്ക് മറവിയുണ്ടോ, ഓർമ്മക്കുറവുണ്ടോ, ഈ ചരിത്രം മുഴുവൻ മനപ്പാടാക്കിയിട്ട് വേണം ഹദീസാവാൻ. അങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാന്മാരാ. 25 ഹദീസ് തെറ്റുകൂടാണ്ട് വായിക്കാൻ കഴിയുന്ന ഈ മുബ്തദീങ്ങൾ ആരാടോ ഇന്നുള്ളത്? 25 ഹദീസ് തെറ്റാണ്ട് നോക്കിയിട്ട് വായിക്കാൻ കഴിയുന്നവരാരാ ഉള്ളത്? എന്നിട്ടാ ഖുർആനും ഹദീസും അന്നാ ഖുർആനും ഹദീസിലുള്ളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ? അന്നാ ഈ ഖുർആനും ഹദീസും തലീക്കെട്ടാണ്ട് എന്തായി തലമർത്തി സംസ്കരിക്കുന്നത്? ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലമർത്തി സംസ്കരിച്ചില്ല. നബി സല്ലല്ലാഹു തലി കെട്ടിയിട്ടുണ്ട്, തലി കെട്ടാൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് വെറും വേഷമൊന്നുമല്ല, സുന്നത്ത് തന്നെയാണ്. തലീക്കെട്ടോടുകൂടിയുള്ള നിസ്കാരം തലി കെട്ടാത്തതിനേക്കാൾ 70 ഇരട്ടി മഹത്വമാണ്. തലി കെട്ടിക്കൊണ്ടുള്ള ജുമ തലീക്കെട്ടില്ലാത്ത 70 ജുമേനേക്കാൾ മഹത്വമാണ്. തലയിൽ കെട്ടാത്ത ആരെങ്കിലും സാലിഹ്യങ്ങളുണ്ടോ? ഈ നേതാക്കളിൽ ആർക്കുണ്ടോ? ഇബ്നു തൈമിയ്യ, ഇബ്നു അബ്ദുൽ വഹാബ് തല കിട്ടിയല്ലേ? മഹാന്മാരൊക്കെ തല കിട്ടിയവരല്ലേ? ഇതര മതസ്ഥരും മാന്യന്മാർ തന്നെ. ഡോക്ടർ രാധാകൃഷ്ണനും മൻമോഹൻ സിംഗ് ഇവരൊക്കെ നെഹ്റു തൊപ്പി മറിച്ചാളല്ലേ? ഒക്കെ ചില പള്ളിയിൽ പോയാൽ, നമ്മുടെ പുതിയ ആളെ പള്ളിയിൽ പോയാൽ കുമാരനാ പൊക്കനാ രാമനാ പള്ളിയിൽ നിന്ന് വരില്ല. തലമറക്കില്ല, ഇമാമും കൂടി തലമറക്കില്ല. ഏത് ഹദീസാണോ? ഏത് ബുഖാരിയാണ് തലമറക്കണ്ടെന്ന്? ഖുർആനും ഹദീസും ഉണ്ടോ? എന്നാൽ ഖുർആനും ഹദീസും തന്നെ പറയുന്നു. ഈ പറഞ്ഞ ഹദീസെല്ലാം പഠിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ആകാശത്തിൻ്റെ ഭൂമിയിൽ ഖുർആൻ കയറ്റാൻ ഏറ്റവും പ്രധാനമായ ഹദീസ് ഏതാണെന്നറിയോ? ഇമാം ബുഖാരിയാണ്. ആ ഇമാം ബുഖാരി ഷാഫി മദ്ഹബുകാരനാണ് കേട്ടോ. ലക്ഷക്കണക്കിന് ഹദീസിൻ്റെ കിതാബ് ഉണ്ടാക്കിയ ആൾ ഇവരാണ്. കാരണം ഹദീസിൽ നിന്ന് മസല കിട്ടൂല, ആയത്തിൽ നിന്ന്. ഹജ്ജിൻ്റെ ഫർദും തവാഫും വാജിബാത്തും ഖുർആൻ ഏടിയാണ്. ഒന്ന് ഓതിയാ എൻ്റെ ഈ ഹദീസ് കേൾക്കുന്ന ആൾക്കാരെങ്കിലും. ഹജ്ജിൻ്റെ പറയാം അറഫ കല്ലിനെ പറ്റി സൂചിപ്പിക്കുന്ന ആഴ്ച നിസ്കരിക്കണം പറയാം. നിസ്കാരത്തിൽ സുജൂദും തുമീനത്തും റുക്കുവും നിസ്കാരം ഫർദും സുന്നത്തും വെവ്വേറെ എഴുതിയ ഏത് ഹദീസിലാ? ഖുർആനും ഹദീസ് എന്ന് പറയുന്നല്ലോ. ഏത് ഹദീസിനാണല്ലോ ഉള്ള ഉദുവിൻ്റെ ഫർദ് എത്തിയാ അങ്ങനെ ഉദുവും ശർത്തും ഫർദൊന്നും ഇല്ല. പിന്നെ ലാസ്റ്റ് അവർക്ക് പറയാനില്ല, അതൊന്നും കാക്ക കുടിപ്പാൽ കുളിച്ചിട്ടൊന്നും നടക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറയും. നമുക്കങ്ങനെ പറ്റില്ല, നമുക്കെല്ലാവർക്കും പറ്റില്ല. അപ്പം ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാന്മാരും ഈ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്ക് ശേഷം അവരെ സ്വീകരിക്കാത്ത ഒരാളുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഓരോ വിഷയത്തിൻ്റെയും മസലകൾ അവർക്ക് മാത്രമേ ഹദീസ് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം പരസ്പര വൈരുദ്ധ്യമായ ഹദീസ് കാണാം. മമ്മസ്സ ഫർജഹുബൽ യതവല്ല
ലിംഗം തൊട്ടാൽ ഒതു എടുക്കട്ടെ എന്ന ഹദീസ് പറഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ വരിയിലാണ് ഉള്ളത്. നബിയെ ലിംഗം തൊട്ടാൽ ഒതു എടുക്കോ ഹൽഹു ഇല്ല മധുരത്തുമിങ്ക, അത് നിൻ്റെ കഷ്ണമല്ലേടോ എന്ന് പറഞ്ഞ ഹദീസ് ഒരു കിതാബിൻ്റെ നേരെ താഴെ വരിയിലാണ്. അതുപോലെ ആമസ്തുമിനിസ്സാ, നിങ്ങൾ പെണ്ണുങ്ങളെ തൊട്ടാൽ ഒതു എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആയിഷ ബീവിനെ നബി തൊട്ടിട്ട് നിസ്കരിച്ചിരുന്നു. അത് ആയിഷ ബീവി സുജൂദിൽ പോയപ്പോൾ നബി തൊട്ടിട്ടുണ്ടെന്ന്. അവിടേക്ക് അതെല്ലാം ഓരോന്നിൻ്റെ സന്ദർഭങ്ങൾ നോക്കിയെടുത്ത് ഏതെല്ലാം സംഭവങ്ങളിലാണ് ഓരോ വാക്യത്തെ സംഭവങ്ങൾ ഉണ്ടായത് അതൊക്കെ വിശദമായി പഠിച്ച് വിവരിച്ചവരാണ് ഈ മുഹദ്ദിഥീങ്ങളായ ആ മുഹദ്ദിഥീങ്ങളൊക്കെ. മദ്ഹബ് സ്വീകരിച്ചവരാണ്, എന്നാൽ മദ്ഹബിൻ്റെ ഇമാമുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കബറിൻ്റെ അടുത്ത് ഖുർആൻ ഓതൽ സുന്നത്താണ് ഉംദത്തുൽ ഖാരി, ബുഖാരിൻ്റെ ആശയ. ഷറഹ് മുസ്ലിം ഇതൊന്നും സമസ്തക്കാർ, കേരള സമസ്തക്കാരുണ്ടാക്കിയതല്ല. ഖബറാളികളുടെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മട്ടര് കുത്തി എന്ന് ഹദീസ് എന്ന് പറയുന്നതിൻ്റെ ഷറയിലാണ് ഉംദത്തുൽ ഖാരിയിൽ പറയുന്നു ഖുർആൻ ഓതൽ സുന്നത്താണ്. ഷറഹ് മുസ്ലിമിൽ നവവി ഇമാം പറഞ്ഞു, നവവി ഇമാമിനെ എല്ലാവരും സമ്മതിക്കുന്ന ആളാണ് നവവി ഇമാം. ആരാണ് ഈ നവവി ഇമാം റാഫി ഇമാം അറിയോ? ആരാണ് ഈ നവവി ഇമാം റാഫി ഇമാം? കിതാബ് രാത്രി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് വിട്ടുപോയി, ബെറജിൻ്റെ മുകളിൽ പ്രകാശം വന്നു. 46 വയസ്സ് ജീവിക്കുന്നവർക്ക് പെണ്ണ് കിട്ടാൻ മറന്നുപോയി, വിവാഹം കഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല. 46 കൊല്ലം ജീവിച്ച നവവി ഇമാം ഉണ്ടാക്കിയ കിതാബ് ഇന്ന് 90 വയസ്സുള്ള ആൾ നോക്കിയാൽ തീരില്ല. ഒരു ദിവസത്തിന് 14 പേജ് കിതാബ് ഉണ്ടാക്കിയിരുന്ന അവരുടെ ജീവിതത്തിൽ ആ ദിവസം കൂട്ടിയാൽ, ജനിച്ച മുതൽ വഫാത്താകുന്നവരുടെ ദിവസം കൂട്ടിയാൽ ഒരു ദിവസത്തിന് 14 പേജ് എഴുതി. ഇത് മനുഷ്യൻ്റെ കഴിവാണോ? ലൈറ്റങ്ങ് പോയപ്പം ബൾബുണ്ട്. റാഫി ഇമാം നവവി ഇമാമിൻ്റെ ഉസ്താദുമാർപ്പെട്ട ആളാണ് റാഫി ഇമാം. റാഫി ഇമാം കിതാബ് ഉണ്ടാക്കുമ്പോൾ ലൈറ്റങ്ങ് പോയി, മുറ്റത്തെ മുന്തിരിന്ന് വെളിച്ചം വന്ന്, മുന്തിരി വർത്തമൻ്റെ വന്ന്. ഇങ്ങനെയുള്ള മഹാന്മാർ ആ ഷറഹ് മുസ്ലിം എഴുതി വെക്കുന്നത് ഖബറിനടുക്കൽ വെച്ച് ഖുർആൻ ഓതൽ സുന്നത്താണ്. ദാനം ചെയ്ത മരിച്ചവർക്ക് വേണ്ടി ദാനം നൽകുന്നവരും ഖുർആൻ ഓതലും മക്ക മദീനയിൽ ഇന്ന് വരെ നിലവിലുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനെ ഒരുപാട് ആളുകൾ. പിന്നെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഹത്തപ്പര അല്ലേ, ഖബറിനൊക്കെ സാമോത്തുണ്ടല്ലോ, അതിന് തെളിവുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഹദീസും ആയത്ത് ചരിത്രത്തിൽ നോക്കാം, പത്തുൽമീൻ നോക്കണ്ട. ഖുർആൻ കരിച്ചാഴക്കൽ ഹത്തം ഓദിക്കുക എന്നുള്ളത് മുമ്പ് കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി ഖബറിന് മേൽ തളഞ്ഞിന് വേണ്ടി ഖബറിന് എളുപ്പുണ്ടാക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖബറിന് മേൽ ഓതുന്നവർക്ക് ചൂട്, തണുപ്പ് എന്നിവ തണുക്ക പോലെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കറാഹത്തില്ല. ഷെർവാനി ഫിഖിൻ്റെ കിതാബ് ഇങ്ങനത്തെ മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ജനാസംസ്കരണത്തിന് ഖബറടക്കം ചെയ്ത ശേഷം അവർ ഖബറിന് മേൽ പിറകിട്ടുകയും 3 ദിവസം അത് ശേഷിക്കുകയും ചെയ്തു എന്ന് മുസന്നഫി ഇബ്നു അബീ ശൈബ ഹദീസിൻ്റെ കിതാബ ഹദീസാണ്. ഇത് തന്നെയാണ് ഹനഫി മദ്ഹബിൻ്റെയും വീക്ഷണം. റദ്ദുൽ മുഹ്താർ എന്ന കിതാബ് പേജ് 1-ാം ഭാഗം 945. എത്രയാ ഹത്തോതി? നമ്മളിപ്പം നാമോത്ത് എന്ന് പറഞ്ഞാൽ 3 ദിവസം ആകെ 5 ഹത്തം അല്ലേ? എന്നാൽ ഇബ്നു അസാക്കിർ എന്നവർ പറയുന്നു, ഷെയ്ഖ് അബുൽ ഫത്ത് ഇങ്ങനെ പറയുന്നു, ഷെയ്ഖ് നസീർ ബിൻ ഇബ്രാഹിമിൻ്റെ ഖബറിന് മേൽ ഞങ്ങൾ 7 ദിവസം ഖുർആൻ പാരായണം ചെയ്തു. ഓരോ ദിവസവും 20 ഹത്ത് ഓതിയിരുന്നു. ആരായി വലിയ ജീവിതകാലം മുഴുവൻ ഹജ്ജ് നിസ്കരിച്ച് വഫാത്തായിപ്പോയ ആൾ, ജീവിതം മുഴുവൻ സുന്നത്ത് നിസ്കരിച്ച മഹാന്മാരെ ഖബറിൻ്റെ അടുക്കൽ. എന്നിട്ട് അവർക്ക് മതിയായിട്ടില്ല, ഒരു ദിവസം 20 ഹത്ത് പ്രകാരം ഓതി എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി ഫത്താവ എന്ന കിതാബിൽ 2-ാം ഭാഗം 194-ാം പേജിൽ പറയുന്നു. അബൂ ജഅഫർ ഹംബലി റഹ്മത്തുള്ളാഹി വഫാത്തായപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഖബറിൻ്റെ അരികിൽ മറവ് ചെയ്യുകയും ജനങ്ങൾ അവിടെ വെച്ച് 10,000 ഹത്തം ഓതി തീർക്കുകയും ചെയ്തിരുന്നു എന്ന് ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ ആരാറിയോ? തഫ്സീറുകളുടെ വലിയ മുഫസ്സിറാണ്. വലിയ നമ്മുടെ പള്ളിയിലൊക്കെ തഫ്സീർ ഇബ്നു കസീർ. പക്ഷേ ഇബ്നു തൈമിയയായിട്ട് കുറച്ച് കൂടുതൽ ബന്ധു അടുപ്പലുള്ള ആളാണ്. ഇബ്നു തൈമിയ പുതിയ ആളുമായിട്ട് കുറച്ച് ബന്ധുള്ള ആളാണ് ഇബ്നു കസീർ. ഓർ പറയുന്നത് 10,000 ഹത്തം ഓതിയിരിക്കുന്നു എന്ന് ഹാഷിയത്തുൽ അൽ ബിദായത്ത് വന്നിഹായ എന്ന കിതാബ് 12-ാം വാള്യം 119. 12 വാള്ളി 20 വാള്ളിയുള്ള കിതാബ് ഉണ്ടാക്കിയാളേ 25 ഹദീസ് തെറ്റില്ലാണ്ട് വായിക്കാൻ കഴിയാത്ത നമ്മളാ ഖുർആനുണ്ടാ ഹദീസുണ്ടാ 20, 15, 30 വാള്യം കിതാബ് ഉണ്ടാക്കിയ മഹാന്മാരാണ് പറയുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ
ഖബറിൻ്റെ അടുക്കലുള്ള ഖുർആനോത്ത് വളരെയധികം നല്ലതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നു, ഞാൻ ഖുർആൻ ഓതുകയും ഞാൻ മരിച്ച് ഖബറിൻ്റെ അടുക്കൽ ഖുർആൻ ഓതുകയും അവിടെ വെച്ച് ദുആ ചെയ്യപ്പെടുകയും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സൂറ ഷാഫി ഇമാമിൻ്റെ ഉമ്മ എന്ന കിതാബിൽ പറയുന്നു. ഈ വിഷയം തൽക്കം കൂടുതൽ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.